സൗമീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടലപ്പരിപ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മഞ്ചൂരിയൻ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം ഇതിലേക്ക് 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. ഇപ്പോൾ ഇത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം കളഞ്ഞ് നല്ലപോലെ ഡ്രൈൻ ചെയ്തെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 1 കപ്പ് പരിപ്പ് 2 ബാച്ചായിട്ട് വേണം അരച്ചെടുക്കുവാൻ. അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ പേസ്റ്റ് ആക്കണ്ട കേട്ടോ. എന്നാൽ ഒരു ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കേണ്ടത്. ഇതാ ഇപ്പോൾ പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. പകുതി സവോള സ്ലൈസ് ചെയ്തത്, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഈ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്, അല്പം ചോപ്പ് ചെയ്ത മല്ലിയില കൂടെ ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വട ഉണ്ടാക്കുന്നതിനുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് കയ്യിലേക്ക് എടുത്ത് ഒരു ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതാ ഈ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഓരോരോ ഉരുളയായിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ഇളക്കേണ്ട. അത്യാവശ്യം ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് എണ്ണയിൽ നിന്നെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സവോള ചെറുതായി കട്ട് ചെയ്തത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത 3 ടീസ്പൂൺ സ്പ്രിംഗ് ഒനിയൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കുക. സവോളയെല്ലാം ഈ രീതിയിൽ വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സോസുകൾ കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സോസുകൾ ചേർക്കുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യേണ്ടത്, കാരണം കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റ് ബാലൻസ് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് സവോള കുറച്ച് വലിയ പീസായി കട്ട് ചെയ്തത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോൺഫ്ലോർ ചേർക്കുന്നത് നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതലായി വേണമെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കോൺഫ്ലോറിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് വട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി കേട്ടോ. നമ്മുടെ പരിപ്പുവട മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ.